ഓക്കെ, പരീക്ഷയ്ക്ക് പഠിച്ചൊക്കെ തുടങ്ങി എല്ലാവരും? എന്തായി, റിവിഷൻ ഒക്കെ ചെയ്യുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ എല്ലാവരും? ഓക്കെ, ഇപ്പോഴേ തന്നെ പഠിച്ചു പോയിക്കോളൂ കേട്ടോ. ഫെബ്രുവരിയിലല്ലേ എക്സാം? ഫെബ്രുവരി 10-ാം തീയതി പരീക്ഷ. അപ്പോഴേക്കും പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, ഊണൊക്കെ കഴിച്ചോ എല്ലാവരും? ഫുഡൊക്കെ കഴിച്ചോ? ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊരു റിവിഷൻ ക്ലാസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ, ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ റിവൈസ് ചെയ്തത്. ഇന്ന് നമ്മൾക്ക് അടുത്ത ചാപ്റ്റർ ഞാൻ എടുത്തത് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ, ICU ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് റിവൈസ് ചെയ്യും. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിരുന്നു ICUവിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ICU പഠിച്ചു. പിന്നെ ഓപ്പൺ യൂണിറ്റ്, ക്ലോസ്ഡ് യൂണിറ്റ് ICU എന്താണ്, ICUവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. നോക്കാം, സ്റ്റെപ്സുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് നോക്കാം കേട്ടോ. ഓക്കെ, എന്താണ് എന്തെങ്കിലും ഉഷാറൊന്നും ഇല്ലല്ലോ, അതിന് ഭയങ്കര സ്മാർട്ടാണ് വെച്ചിട്ടുണ്ട് ഇത്രക്കാര്. എന്തൊക്കെ നീ വിശേഷങ്ങള് ചോദിക്കല്, സംസാരിക്കല് അല്ലെ, പാട്ട് പാടിക്കല്, ഇതൊക്കെയാണല്ലോ. എന്തൊക്കെ മിസ്സേ അങ്ങനെയൊന്നുമില്ല മിസ്സേ, ഞങ്ങളിപ്പോ എക്സാം ഒക്കെ അടുത്തില്ലേ, അപ്പൊ ഞങ്ങൾ ഇത്തിരി പഠിക്കണതിന്റെ ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. അത് കൊള്ളാം, പഠിക്കണേല് ഫോക്കസ് ചെയ്യുന്നു. കൊള്ളാം മിസ്സേ, കാര്യമായിട്ട് പറഞ്ഞതാ, ഞങ്ങള് 11:30 വരെയൊക്കെ ഞങ്ങൾ എല്ലാരും കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നുണ്ട്. രാത്രിയാണോ? രാത്രി ഞങ്ങളൊരു 8:30ക്ക് ശേഷം ഞങ്ങൾ ക്ലാസ് തുടങ്ങും. ക്ലാസ് തുടങ്ങി പിന്നെ ഒരു 11:30 മണി വരെ ഞങ്ങൾ ഫുള്ള് ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുക. അതും കോഡ് ഭാഷയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ പഠിക്കാറുള്ളത്. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തലയിൽ കയറുള്ളൂ. അപ്പൊ അതുകൊണ്ട് കോഡ് യൂസ് ചെയ്തിട്ട് ഞങ്ങൾ ഫുള്ള് പഠിച്ചെടുക്കുന്നത്. ശരി, ആയിക്കോട്ടെ. എന്താണ് വിദ്യാഭ്യാസം? ഷാനി കോഡാണ്. കോഡിന്റെ ആൾക്കാരുണ്ടല്ലേ, അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിനെ പറ്റി പറയുന്നത് ഷാനി പഠിപ്പിക്കും, ഞങ്ങൾ പഠിക്കും. ഓക്കെ, ഷാനി നന്നായിട്ട് പഠിക്കും കേട്ടോ. പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. ഓക്കെ മിസ്സേ, എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആണ്. കാരണം ഇവർക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കുമ്പോ എനിക്കൊരു 10 അക്ഷരെങ്കിലും എന്റെ മൈൻഡിൽ നിൽക്കുന്നുണ്ട്. അത് ശരി, അതിനുള്ള എന്താണ് ശ്രുതി, എനിക്ക് ഹെൽപ്പ് ആണോ? ഓക്കെ ഓക്കെ ആണോ? ഓക്കെ വിദ്യ, എന്തായാലും നടക്കട്ടെ. നമ്മൾ അങ്ങനെയല്ല പറയാം, നമ്മൾ പഠിക്കുമ്പോഴെല്ലാം കൂടുതൽ പഠിക്കും. നമ്മൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും തരണ്ടനാവുന്നത്. അപ്പൊ നമ്മൾ കുറെ കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, എന്താണ് മിസ്സേ, ഈ റിവിഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് മോക്ക് ടെസ്റ്റ് ആയിട്ട് ഒന്നും കൂടി ഇടാവോ? അങ്ങനെ ഇടാൻ പറ്റില്ല. അങ്ങനെ മോക്ക് ടെസ്റ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി മോക്ക് ടെസ്റ്റുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേ വരുള്ളൂ, അല്ലാതെ ഇടില്ല. ടെക്നിക്കൽ അങ്ങനെ ഒരു നിർദ്ദേശമില്ല. നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ, റെക്കോർഡഡ് ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കേൾക്കും കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു ആവശ്യം മാനേജ്മെന്റ് എടുത്ത് പറയാൻ പറ്റില്ല. ഓക്കെ മിസ്, നമുക്കിപ്പോ ഈ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാം കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് വീണ്ടും ഒന്ന് തരാൻ പറ്റുമോ? അങ്ങനത്തെ മാർക്കും അതുപോലെ തന്നെ ആൻസർ കോഡ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. രണ്ട് വീണ്ടും ക്വസ്റ്റ്യൻസ് വരാറില്ല. മിസ്, ഈ സെയിം മോക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി അറ്റൻഡ് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ? എന്താണ്? നമ്മളിപ്പോ നേരത്തെ ചെയ്ത മോക്ക് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതിപ്പോ ഒന്നും കൂടി നമ്മൾ ലോഗിൻ ചെയ്ത് കുഴപ്പമില്ല. ഓക്കെ, മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ പരിചയപ്പെടുമ്പോഴേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, എങ്ങനെയൊക്കെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തോളൂ. കാര്യം ആ സമയത്ത് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ. ഇത് വലിയ പേടിക്കാൻ മാത്രമുള്ള എക്സാം ഒന്നുമല്ല.
ജസ്റ്റ് ആദ്യമായിട്ട് എഴുതാൻ പോകുന്നതിന്റെ ഒരു ചെറിയൊരു ഇതുണ്ടാവും. ആ ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ കൂളാവും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ അതിൽ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് നമ്മള് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൽ ID ഒക്കെ ഉണ്ട് കേട്ടോ. അത് കൃത്യമായിട്ട് നിങ്ങൾ എൻറ്റർ ചെയ്യണം കേട്ടോ. അത് കഴിയണം. പിന്നെ നിങ്ങളുടെ റോൾ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അയക്കും. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് എൻറ്റർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. എന്താണ് ഇത് പറഞ്ഞ ഫസ്റ്റ് എടുക്കുന്നത് മോശമാകരുതല്ല, അത് മോശമൊന്നും ആവില്ല. എന്തായാലും എനിക്ക് അങ്ങനെ നിങ്ങളങ്ങനെ മോശക്കാരൊന്നും എനിക്ക് തോന്നിയിട്ടില്ലേ. നല്ല കുട്ടികളാണ്, അങ്ങനെ പ്രശ്നമൊന്നും നെഗറ്റീവ് മാർക്ക് ഉണ്ടോ? എന്താ നെഗറ്റീവ് മാർക്ക് ഉണ്ടോ? ഇല്ല. ഇത് PSC എക്സാം ഒന്നല്ല, നെഗറ്റീവ് മാർക്കൊന്നും ഇല്ല. ഇത്ര പരിപാടിയൊന്നും ഇല്ല. മിസ്സേ ഇത് മെയിൻ എക്സാം ആയിട്ടാണോ മിസ്സേ? ഇതാണ് മെയിൻ എക്സാം ആയിട്ടാണോ ഇത്? അല്ല, ഇത് നിങ്ങൾക്കൊരു മോഡൽ എക്സാം ആണ് കേട്ടോ. മോഡൽ എക്സാം വരെയാണ്. പക്ഷെ എങ്കിലും ആ ഒരു കണക്കാക്കരുത് കേട്ടോ. മെയിൻ എക്സാം ലാസ്റ്റ് വരും. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും മറ്റുമായിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ ചെറുതായി കാണരുത്. ഇത് നിങ്ങൾ അത് ശരിയായ രീതിയിൽ അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് തരുന്ന ഒരു പ്രാക്ടീസ് കൂടിയാണ്. ഓക്കെ, മാർക്ക് എടുക്കോ? എന്താണ് ഇതിന്റെ മാർക്ക് അപ്പൊ ഫൈനൽ എക്സാമിന്റെ ഇതിലായിട്ട് എടുക്കോ? ഇല്ലല്ലോ. അതിനെ പറ്റിയ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. നമ്മുടെ ഇവിടുന്ന് നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് എക്സാമിന്റെ കാര്യങ്ങൾ. ഓക്കെ, എന്തായാലും ഈ എക്സാമിനെ ചെറുതാക്കി കാണരുത്. എക്സാം നല്ല രീതിയിൽ ഇതൊരു മോഡൽ എക്സാം ആണല്ലോ എന്നുള്ളൊരു രാഗത്തോടു കൂടി എടുക്കരുത്. പഠിച്ചു തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ഇനി ഇതിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ ടെൻസ്ഡ് ആകാനും മാത്രം കാര്യങ്ങളൊന്നും കേട്ടോ. ഒരു പ്രാവശ്യമൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഏകദേശം ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ അത്യാവശ്യം ഗ്രൂപ്പായിട്ട് നിങ്ങളിൽ തന്നെ നല്ലൊരു സൗഹൃദവും ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിൽ നിങ്ങളെല്ലാം പഠിച്ചു പോകുന്നുണ്ട്. ഫാമിലി പോലെയാണെന്ന് തോന്നുന്നു പറയുന്നത് കേട്ടിട്ട്. അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. പിന്നെ വ്യാഴാഴ്ചത്തെ ക്ലാസ് മിക്കവാറും എന്റെ ക്ലാസ്സിൽ അശ്വതി രഞ്ജിത്ത് മിസ് ആയിരിക്കും കയറുന്നുണ്ടാവാം. എന്താണ് വിദ്യ പറയുന്നത്, ഞങ്ങൾ നല്ല ബോണ്ടാണ്. അതെ, എപ്പോഴും നല്ല ബോണ്ടായിട്ട് ഇരിക്കട്ടെ, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാകട്ടെ. നല്ല കാര്യമല്ലേ? എവിടെയൊക്കെ ഇരിക്കുന്ന എല്ലാവരും കൂടിയിട്ട് ചെറിയൊരു ഗ്രൂപ്പ് ഒക്കെ ആയി ഒരു ഫാമിലി ഒക്കെ ആയിട്ട് പിന്നെ നിങ്ങൾ കോൺവൊക്കേഷൻ വരുമ്പോൾ പരസ്പരം മീറ്റ് ചെയ്യുന്നതും അതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യമല്ലേ? ഓക്കെ, ഇപ്പോഴും എല്ലാവരുമായിട്ട് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ സലീന, ഇതെനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഈ ഒരു ബാച്ചിൽ കയറിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അത് വേറെ ഒന്നുകൊണ്ടല്ല, ഞങ്ങൾ കുറെ ബാച്ചുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ബാച്ചിൽ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു എല്ലാവരും നല്ല ബോണ്ടാണെന്ന് ഞാൻ തോന്നിയിട്ടുണ്ട്. അപ്പൊ എപ്പോഴും അത് നിലനിൽക്കട്ടെ കേട്ടോ. സാധാരണഗതിയിൽ നമ്മൾ ചേക്കാർക്ക് പഠിപ്പിച്ചു പോയി കഴിഞ്ഞാൽ കോൺവൊക്കേഷൻ ഒക്കെ വരുമ്പോ അല്പം ചിലരുണ്ട്, ഞാൻ എല്ലാവരെയും പറയല്ല, അല്പം ചിലര് മാത്രം കോൺവൊക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോ നമ്മളെ കണ്ടാൽ പോലും ചിരിക്കാത്ത കുട്ടികൾ വരെയുണ്ട്. കാരണം ഒന്നും നമ്മൾ ജസ്റ്റ് സ്മൈൽ ചെയ്താൽ പോലും ചിലപ്പോൾ നമ്മൾ അറിയാനായിരിക്കും, അറിയില്ല, ചിലപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ അറിയാം, നേരിട്ട് കണ്ടോ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും നമ്മൾ കോൺവൊക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പഠിപ്പിച്ച കുട്ടികളാണല്ലോ, നമ്മൾ ഒരു ഫസ്റ്റ് ടൈം ആണല്ലോ കാണുന്നത്. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്കും ഉണ്ടാവും. പക്ഷെ പലപ്പോഴും എനിക്ക് അങ്ങനത്തെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ വരുമ്പോ കുട്ടികൾ ചിലപ്പോ നമ്മൾ കണ്ട ഭാവനയിൽ നടിക്കാറില്ല. ഞാൻ വിചാരിക്കുക ഈശ്വര നമ്മൾ പഠിപ്പിച്ചല്ലോ എന്ന് തിരിച്ചറിയാതെയാവും നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുമ്പോൾ നിങ്ങളെ നേരിട്ട് കാണുക, നിങ്ങളെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ചെലവഴിക്കുന്ന ഒരു സമയമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ നല്ല സമയം. നമ്മുടെ മനസ്സ് നിറയാൻ അത് മാത്രം മതി. അപ്പോ അങ്ങനെ ആവാതിരിക്കട്ടെ, അങ്ങനെ ആവില്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, എന്നാലും നിങ്ങളെ മനസ്സിലാവില്ല, പക്ഷെ നിങ്ങളുടെ പേരുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും കേട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ കാര്യം നമ്മൾ ഒരു 6 മാസം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും കാണുന്നില്ല, പക്ഷെ നമുക്ക് എനിക്ക് പഠിപ്പിച്ചു പോകുമ്പോഴേ നമുക്ക് അവരുമായിട്ട് പ്രത്യേക ഒരു ബോണ്ട് വരും. ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ വിചാരിച്ച് നേരിട്ട് കാണുമ്പോഴേ നമുക്ക് വരുള്ളൂ. ഇല്ല, നമ്മളിത് ക്ലാസ്സിൽ കഴിയണമെങ്കിൽ ഇവരുമായിട്ട് നമുക്കൊരു അറ്റാച്ച്മെന്റ് വരും. അവരെ കാണുന്ന ഒരു കോൺവൊക്കേഷൻ ഒക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷം, അവരെ നേരിട്ട് കാണുന്നതല്ലേ, ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നേരിട്ട് വരുമ്പോ എല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടോ, ചില ബാച്ചുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്.
ഞാൻ ഫസ്റ്റ് ടൈം കയറുന്ന ബാച്ച് H8 ആണ്. 8th ബാച്ചിലാണ് ഞാൻ ഫസ്റ്റ് കയറിയത്. ആ ബാച്ച് ഭയങ്കര പോലെ നല്ല കുട്ടികളായിരുന്നു. ഓക്കെ വിദ്യ, നല്ല കുട്ടികളായിരുന്നു. എന്റെ ഫസ്റ്റ് ബാച്ചാണ്. അവരും ഇതുപോലെ നിങ്ങളുടെ പോലെ തന്നെ നല്ലൊരു ബോണ്ടൊക്കെ ഉള്ള ഒരു ബാച്ചായിരുന്നു. അവരുടെ കോൺവൊക്കേഷൻ ഞാൻ ഒരിക്കലും ആ ദിവസം മറക്കില്ല. കാരണം വെച്ചാൽ ആ ദിവസം ഞാൻ അവരെ നേരിട്ട് കണ്ടപ്പോഴേ ഒരു സ്നേഹമായിരുന്നു എന്നറിയോ കുട്ടികൾക്ക്. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ആ സമയത്ത്. അവർക്കും അതെ കേട്ടോ. അതായിരുന്നു എന്റെ ഏറ്റവും ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ പറഞ്ഞാൽ കുറച്ച് 2 ബാച്ച് കുഴപ്പമില്ല. ചില ബാച്ചസ് ഒട്ടും നമ്മൾ അറിയാത്ത പോലത്തെ കുറെ ബാച്ചസ് ഉണ്ടായിരുന്നു. നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ചിരിക്കുമ്പോഴൊക്കെ നമുക്കൊരു സന്തോഷം വരുമല്ലോ. അത്രേ ഉള്ളൂ, വേറെ ഒന്നും നമുക്ക് വേണ്ട. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴെല്ലാം നന്മകൾ ഉണ്ടാവാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് കേട്ടോ. അതിനെ അറിയാൻ ഇത് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. ഞാനിതൊന്നും പറയുന്നത് സീരിയസ് ആയിട്ടൊന്നും എടുക്കരുത്. എന്റെ അനുഭവം ഞാൻ നിങ്ങളൊരു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുട്ടികളായതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഓപ്പൺ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. എന്റെ മുഹമ്മദ് ഹസീബാണ് അല്ലേ? ഓക്കെ, കുറെ പേർക്ക് എനിക്കറിയാം. ഷാനി ഫിറോസിനെ അറിയാം, അശ്വിനെ അറിയാം, നന്ദിനി, പിന്നെ ഹരിത അല്ലെ, കുറെ പേരൊക്കെ അറിയാം. പിന്നെ ഉനൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി കൂടെ ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ നൈസിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളൂ, പക്ഷെ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ആളോടും അന്വേഷണം പറയൂ കേട്ടാ. ശരി, അപ്പോ നമുക്ക് എന്തെങ്കിലും ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. ചാപ്റ്റർ നമ്പർ 11 ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് കേൾക്കുക കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ആൻസർ ഒക്കെ കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കൂല, നമ്മൾ റിവിഷൻ ക്ലാസ് ഒന്നും ചെയ്യില്ല. ഇതൊക്കെ ഓരോരുത്തരും ഓർത്ത് പറയുന്നത്. ഷാനി അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം. വാട്ട് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് എൻ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. പ്രൊവൈഡിംഗ് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻസ്, പ്രൊവൈഡിംഗ് ഇന്റൻസീവ് കെയർ ഫോർ ക്രിട്ടിക്കലി ഇൽ ഓർ ഇൻജുർഡ് പേഷ്യൻസ്, conducting routine checkups, performing elective surgeries. എന്താണ് ഉത്തരം? ഓക്കെ, പ്രൊവൈഡിംഗ് ഇന്റൻസീവ് കെയർ ഫോർ ക്രിട്ടിക്കലി ഇൽ ഓർ ഇൻജുർഡ് പേഷ്യൻസ് കേട്ടോ. അതാണ് കറക്റ്റ് ആണ് ആൻസർ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ മുൻകൂട്ടി പറയാണ് കേട്ടോ. മൊഡ്യൂൾ 1 ഉം 2 അതിലെ ചാപ്റ്റേഴ്സുകൾക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കുറച്ചും കൂടി മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നിങ്ങളുടെ എക്സാം കഴിയുമ്പോൾ നമ്മുടെ 3rd ഉം 4th ഉം മൊഡ്യൂളിലേക്ക് നമ്മൾ കടക്കും. 3rd ഉം 4th ഉം മൊഡ്യൂളിലും ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഈ 1ലും 2ലും കണ്ട ചാപ്റ്റേഴ്സ് പോലെ തന്നെ കേട്ടോ. കുറച്ച് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് പഠിക്കുന്ന കോഴ്സും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണല്ലോ. അപ്പൊ കുറച്ചും കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള ചാപ്റ്റേഴ്സുകളാണ് കൂടുതലും വരുന്നത് കേട്ടോ. അങ്ങനെയുള്ളതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. പിന്നെയുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ഉണ്ട്, കുറച്ച് ഡ്രൈ ആയിരിക്കും ചാപ്റ്റർ കേട്ടോ. ഞാനിത് മുൻകൂട്ടി പറയുന്ന വേറൊന്നുകൊണ്ടല്ല, നിങ്ങൾ അത് അങ്ങനെയാണ്. നമ്മൾ ഓരോരുത്തരും ആദ്യം നമ്മൾ സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ള ലെവലല്ലേ നിങ്ങൾ എപ്പോഴും പഠിക്കും. ആദ്യം കുറച്ച് സിമ്പിൾ ആയിട്ട് പിന്നെ കുറച്ച് വരുമ്പോൾ കുറച്ചൊരു കോംപ്ലക്സ് ആയിട്ട് വരും. അപ്പോ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ അതൊരിക്കലും എന്താണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ചാപ്റ്റർ ആണ്. ഞാൻ മുൻകൂട്ടി പറയുന്നത് അത് നിങ്ങൾ അത് പ്രിപ്പയർഡ് ആയിരിക്കണം. ഞങ്ങൾക്ക് പഠിക്കുന്നത് അങ്ങനെ ചിന്തിക്കരുത്. വളരെ എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണ് കുറച്ച് ലെങ്തി ആയിട്ടുള്ളതാണ്, കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതാണ്. ചിലപ്പോൾ ചാപ്റ്റേഴ്സുകളൊക്കെ നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോഴേ, ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ ഒരു ബോറിംഗ് ആയിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാം. ഓക്കെ, അപ്പൊ അങ്ങനെ അതൊക്കെ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ നിങ്ങൾ അടിപൊളിയാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. സാധാരണ ബാച്ചിനോട് ഞാൻ മുൻകൂട്ടി പറയാറില്ല, സമയം പറയുള്ളൂ. പക്ഷെ നിങ്ങൾ വലിയ കുഴപ്പമില്ല പറഞ്ഞു കേട്ടോ. ഓക്കെ, ആ സമയത്ത് ഇട്ടിട്ടൊന്നും പോകരുത്, പകുതി ഇട്ടിട്ട് പോകരുത്. എന്റെ ഒരു ആഗ്രഹമാണ്. നമ്മുടെ ഇപ്പൊ എത്ര സ്ട്രെങ്ത് ഉണ്ടോ ഓക്കെ നന്ദിനി, അതായത് ഇപ്പൊ എത്ര സ്ട്രെങ്ത് ഉണ്ടോ അതേ സ്ട്രെങ്ത് തന്നെ ഈ ഫുൾ ബാച്ചില് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മാക്സിമം നോക്കണം കേട്ടോ. നമ്മൾ എന്ത് കാര്യം നമ്മള് കാലെടുത്ത് വെക്കുമ്പോഴേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ പോകണം കേട്ടോ. അത് കംപ്ലീറ്റ് ചെയ്ത് സക്സസ് ആക്കിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. പകുതിക്ക് വെച്ചിട്ടിട്ട് പോകരുത്. പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അതൊരു വശത്ത് കൂടെ പോട്ടെ. എന്തായാലും നമ്മൾ കോഴ്സായിട്ട് ആ രീതിയിൽ തന്നെ പോകണം കേട്ടോ. എനിക്ക് കിട്ടിയത് നല്ലൊരു ബാച്ചായിട്ട്, കാരണം എനിക്ക് ഇഷ്ടമാണ് ഈ ബാച്ച്. ചെറിയ രീതിയിൽ നല്ല ടീമാണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് കുറച്ച് നല്ല ഒരു പ്രവർത്തനങ്ങളൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം.
ഹൂ ഓപ്പറേറ്റ്സ് എൻ ICU? ആരാണ് ICU ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടാ? ഓപ്ഷൻസ് വായിക്കാം. ജനറൽ മെഡിക്കൽ സ്റ്റാഫ്, സ്പെഷ്യലി ട്രെയിൻഡ് മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റുഡൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്. ഇതാണ് ആൻസർ. സ്പെഷ്യലി ട്രെയിൻഡ് മെഡിക്കൽ സ്റ്റാഫ് അല്ലെ? സ്പെഷ്യലി ട്രെയിൻഡ് മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ആരാണ്? ICU ഇന്റൻസിവിസ്റ്റ് ആണ് അല്ലെ? അവർ ICU ഡയറക്ടർ എന്ന് പറയൂ കേട്ടോ, അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റ് ഒക്കെ നമുക്ക് അങ്ങനെ പറയാം കേട്ടോ, ഇന്റൻസിവിസ്റ്റ് എന്ന് പറയും. അടുത്ത ചോദ്യം, what kind of patients, okay, that's correct. What kind of patients might have a planned admission to the ICU? Okay, that what kind of patients might have a planned admission to the ICU? അത് പറയുന്നുണ്ട് അല്ലെ, നമ്മൾ ICUലോട്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ചിലത് പ്ലാനഡ് ആയിട്ടുള്ള അഡ്മിഷൻ ഉണ്ടാകാറുണ്ട്, മുൻകൂട്ടി തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന ചില കേസ്. അങ്ങനെയുള്ള സാഹചര്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ഒരു കോമൺ സെൻസ് വെച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ച് നമുക്ക് ആൻസർ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓപ്ഷൻ ഏതാണ്? പേഷ്യൻസ് വിത്ത് എ മൈനർ കോൾഡ്, പേഷ്യൻസ് വിത്ത് എ ബ്രോക്കൺ ആം, പേഷ്യൻസ് അഡ്മിറ്റഡ് ആഫ്റ്റർ എൻ ആക്സിഡന്റ്, പേഷ്യൻസ് അഡ്മിറ്റഡ് ആഫ്റ്റർ എ വെരി ഇൻവെസീവ് സർജറി. ഇങ്ങനെയുള്ള പേഷ്യൻസിനെ ആയിരിക്കും ഒരു പ്ലാനഡ് അഡ്മിഷൻ നമുക്ക് ആവശ്യമായിട്ട് വരാം. നന്ദിനിയുടെ ആൻസർ എന്താണ്? സി ആണ് ആൻസർ പറഞ്ഞത്. ഓക്കെ, കുറെ പേര് സി ആണ് അല്ലെ ആൻസർ പറഞ്ഞത്. സി ആണ് ആൻസർ. എന്താലോചിച്ച് നോക്കി, കുറച്ചു പേര് ഡി ആണ് ആൻസർ പറയുന്നത് അല്ലെ? ഓക്കെ, കറക്റ്റ് ആൻസർ എന്താണ്? ഡി ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ ഡി ആണ്. എന്താണ്? ദ പേഷ്യൻസ് അഡ്മിറ്റഡ് ആഫ്റ്റർ എ വെരി ഇൻവെസീവ് സർജറി. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് കൈൻഡ് ഓഫ് പേഷ്യൻസ് മൈറ്റ് ഹാവ് എ പ്ലാനഡ് അഡ്മിഷൻ ടു ദ ICU? എങ്ങനെയുള്ള പേഷ്യൻസിനാണ് ICUലേക്ക് ഒരു പ്ലാനഡ് അഡ്മിഷൻ ആവശ്യമായിട്ട് വരും? മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് ICU അഡ്മിഷൻ ആവശ്യമായിട്ട് വരുന്നത് എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്? കോമൺ കോൾഡ്, ഒരു മൈനർ കോൾഡ് ഉള്ള പേഷ്യൻസിനാണോ? അല്ല. ഒരു ബ്രോക്കൺ ആണ്, പെട്ടെന്ന് കൈയെങ്ങാനും ഫ്രാക്ചർ ആയിട്ട് വരുന്ന പേഷ്യൻസ് ആണ്? അതുമല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ ആക്സിഡന്റ് എന്തായിരുന്നല്ലോ, സോ ആൻസർ എന്തായിരുന്നു? പേഷ്യൻസ് അഡ്മിറ്റഡ് ആഫ്റ്റർ ആൻ ആക്സിഡന്റ്. ആക്സിഡന്റ് കഴിഞ്ഞ് വരുന്ന പേഷ്യൻസ്. നമ്മുടെ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദ പേഷ്യൻസ് അഡ്മിറ്റഡ് ആഫ്റ്റർ എ വെരി ഇൻവെസീവ് സർജറി അല്ലെ? വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻവെസീവ് സർജറി, ലൈക്ക് ഒരു ഓപ്പൺ ഹാർട്ട് സർജറി അല്ലെങ്കിൽ കോംപ്ലക്സ് സ്പൈനൽ സർജറി അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് എന്താണ്, അവർക്ക് നമുക്കറിയാം ആ ഒരു സർജറി അവർ ഫിക്സ് ചെയ്ത് നമുക്കറിയാം ഇവര് സർജറി കഴിഞ്ഞാൽ എന്തായാലും ഇവര് ICUലോട്ട് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യം. അതാണ് കുറച്ചും കൂടെ കറക്റ്റ് ആൻസർ കേട്ടോ. സി എന്ന ആൻസർ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആക്സിഡന്റ് കഴിഞ്ഞ് വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞു, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റിയ ആൻസർ ഡി ആണ് കേട്ടോ. സോ ഡി ഈസ് ദ ആൻസർ. ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് is a health condition cared for in a specialized ICU? ഒരു സ്പെഷ്യലൈസ്ഡ് ICUല് കെയർ ചെയ്യുന്ന ഹെൽത്ത് കണ്ടീഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചില്ലേ, ഹു ആർ കെയർഡ് ഇൻ ICU? ICUല് കെയർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള പേഷ്യൻസ് ആണ്. പ്രത്യേക ലിസ്റ്റ് ചെയ്ത ആ ഒരു ടെക്സ്റ്റിനകത്ത് പറയുന്നത് അല്ലെ? അപ്പൊ അതിനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. മൈനർ സ്ട്രെയിൻ, സിവിയർ ബേൺസ്, സിമ്പിൾ ഹെഡേക്ക്, എ കോമൺ ഫ്ലൂ. ആൻസർ ഇതാണ് ബി ആണ് അല്ലെ? സിവിയർ ബേൺസിനാണ് ആവശ്യം കേട്ടോ. ഓക്കെ, then which type of ICU specializes in infants? Which type of ICU specializes in infants? ഞാൻ ഓപ്ഷൻ തരുന്നില്ല, നിങ്ങൾ പറഞ്ഞു ആൻസർ. ഏതാണ്? NICU ആണ് അല്ലെ? നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇതാണ് നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. What does CVTS ICU stand for? What does CVTS ICU stand for? എന്താണ് CVTS ICUന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കാർഡിയോവാസ്കുലർ, ഓക്കെ, ആൻഡ് തൊറാസിക് സർജിക്കൽ അല്ലെ? സർജറി അല്ലെ? കാർഡിയോവാസ്കുലർ ആൻഡ് തൊറാസിക് സർജിക്കൽ ICU എന്നാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മേജർ ഡ്രോബാക്ക് ഓഫ് എൻ ഓപ്പൺ യൂണിറ്റ് ICU? നമ്മൾ ക്ലോസ്ഡ് യൂണിറ്റ് ഓപ്പൺ യൂണിറ്റ് ICU പഠിച്ചല്ലോ. അതിനകത്ത് വാട്ട് ഈസ് ദ മേജർ ഡ്രോബാക്ക് ഓഫ് എൻ ഓപ്പൺ യൂണിറ്റ് ICU? ഒരു ഓപ്പൺ യൂണിറ്റ് ICUവിന്റെ മേജർ ഡ്രോബാക്ക് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഡ്രോബാക്ക് അവിടെ എടുത്തൊന്നും പറയുന്നില്ല, പക്ഷെ നമ്മൾ പഠിച്ച കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താണെന്ന് നമ്മൾ പറയും കേട്ടോ. നോക്കാം.
Intensivists are specifically skilled in treating critically ill patients. Option A അതാണ്. പിന്നെ എന്താണ് ഷാനി പറഞ്ഞ നോ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ഫോർ ഫിസിഷ്യൻ. ഓക്കെ, വെരി കറക്റ്റ് ആണ് കേട്ടോ. രണ്ടാമത്തെ നോക്കിയേ, ദ മേജർ ഡ്രോബാക്ക് ഈസ് ദാറ്റ് അറ്റൻഡിംഗ് ഫിസിഷ്യൻ മൈറ്റ് നോട്ട് ഹാവ് റിസീവ്ഡ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്. അത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞ ആൻസർ. ഓക്കെ, ഇപ്പൊ സി കറക്റ്റ് ആണ് കേട്ടോ. ബി ആണ് കറക്റ്റ് ആൻസർ അല്ലെ? അതെ, ഓപ്ഷൻ സി ഇതായിരുന്നു. ദേ പ്രൊവൈഡ് മോർ ടൈംലി പേഷ്യന്റ് ഇവാലുവേഷൻ. ഇത് നമ്മൾ എന്തിൽ പഠിച്ചതാ? ക്ലോസ്ഡ് യൂണിറ്റിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പഠിച്ച പോയിന്റ് ആണ് അല്ലെ? ദേ പ്രൊവൈഡ് മോർ ടൈംലി പേഷ്യന്റ് ഇവാലുവേഷൻ. അടുത്തത് എന്താണ്? ദ യൂണിറ്റ് ടീം ടേക്സ് കെയർ ഓഫ് ദ പേഷ്യന്റ് ബൈ കൊളാബറേറ്റിംഗ് വിത്ത് ദ അഡ്മിറ്റീവ് ടീം. അത് ഏതിനകത്താ വരുന്നത്? യൂണിറ്റ് ടീം ടേക്സ് കെയർ ഓഫ് ദ പേഷ്യന്റ് ബൈ കൊളാബറേറ്റിംഗ് വിത്ത് ദ അഡ്മിറ്റീവ് ടീം. ഇതാണ് ക്ലോസ്ഡ് യൂണിറ്റ്. കണ്ടോ? അപ്പൊ ബാക്കി മൂന്നും പറഞ്ഞത് ക്ലോസ്ഡ് യൂണിറ്റിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ശരിക്കും എന്താണ് ഓപ്പൺ യൂണിറ്റിന്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഒരു ഫിസിഷ്യൻ ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഫിസിഷ്യൻ എന്ന് പറയുന്ന വ്യക്തി ഹീസ് നോട്ട് സ്പെഷ്യലൈസ്ഡ്, എന്താണ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള വ്യക്തിയല്ല ICU ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്രിട്ടിക്കലി പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് എന്തെല്ലാം ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അല്ല. സോ അതാണ് അതിന്റെ ഡ്രോബാക്ക്. അടുത്തത്, അപ്പൊ അതിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ പഠിച്ചു, ക്ലോസ്ഡ് യൂണിറ്റിന്റെ അഡ്വാൻറ്റേജസും കൂടെ നിങ്ങൾ മനസ്സിലാക്കി. കാര്യം നമുക്കൊരു ടൈമിലി ഇവാലുവേഷൻ കൊടുക്കാനായിട്ട് പറ്റും. സ്പെസിഫിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഇന്റൻസിവിസ്റ്റിന്റെ സേവനമാണ് നമുക്ക് ക്ലോസ്ഡ് യൂണിറ്റിനകത്ത് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായി. അത് ഒന്നിനെ കണക്ട് ചെയ്ത് മറ്റൊന്ന് അങ്ങനെ പഠിച്ചു പോവാം. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഇൻ ആൻ ICU? ICUലെ നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എത്രയാണ്? ഞാൻ ഓപ്ഷൻ ഒന്നും തരുന്നില്ല, നിങ്ങളൊന്ന് പറഞ്ഞേ. കറക്റ്റ് ആണ് കേട്ടോ. 1:1 or 1:2. രണ്ടും ആൻസർ ആണ് കേട്ടോ, രണ്ടും പറയണം കേട്ടോ. 1:1 or 1:2 ആണ്. ഏതെങ്കിലും ഒരെണ്ണം ചില ഓപ്ഷൻ ചിലപ്പോൾ രണ്ടും തരും, എന്നിട്ട് ബോത്ത് എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും പറയാം. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ പഠിച്ചു വെക്കുക. 1:1 അല്ലെങ്കിൽ 1:2. ഓക്കെ, എന്താണ്? നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ആണ്. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ keeping the patient records and preparing summaries while in the ICU? That is, who is responsible for keeping patient records and preparing summaries while in the ICU? അതാണെന്ന് പറഞ്ഞത് നിങ്ങള് കറക്റ്റ് ആണ് കേട്ടോ. പ്രസ് ചെയ്ത് കറക്റ്റ് ആണ്. ജൂനിയർ ഡോക്ടർ, അതായത് ജൂനിയർ റെസിഡന്റ് ഡോക്ടർ. ജൂനിയർ ഡോക്ടർ എന്നാ പറയുന്നത്, ജൂനിയർ റെസിഡന്റ് ഡോക്ടർ. ഇതാണ് ആൻസർ കേട്ടോ. റെസിഡന്റിന്റെ എടുത്തു പറയണം. കാര്യം നമ്മൾ എന്നിട്ട് സീനിയർ റെസിഡന്റ് ഡോക്ടറിന്റെ ഡ്യൂട്ടിയും പറയുന്നുണ്ട്, ജൂനിയർ റെസിഡന്റ് ഡോക്ടറിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനൊക്കെ കറക്റ്റ് ആൻസർ ഉണ്ട് കേട്ടോ. സോ ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ആണ് എന്ത്? ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് ദ പേഷ്യന്റ് റെക്കോർഡ് ആൻഡ് പ്രിപ്പയറിംഗ് സമ്മറീസ് വൈൽ ഇൻ ദ ICU. ഓക്കെ, അതേസമയം സീനിയർ റെസിഡന്റ് ഡോക്ടറുടെ റെസ്പോൺസിബിലിറ്റി എന്താന്ന് നമ്മൾ പറഞ്ഞത്? കൺസൾട്ടന്റിന്റെ അഭാവത്തില് ഒരു പേഷ്യന്റിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉള്ളത് ആർക്കാണ്? സീനിയർ റെസിഡന്റ് ഡോക്ടറിനാണ് അല്ലെ? അതുപോലെ ICUന്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത് ആരാണ്? സീനിയർ റെസിഡന്റ് ഡോക്ടറാണ് അല്ലെ? അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അതെ, എമർജൻസി ട്രീറ്റ്മെന്റ്, അത് പ്രത്യേകിച്ച് ഒരു കൺസൾട്ടന്റിന്റെ അസാന്നിധ്യത്തില് എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കാൻ, അത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ കേട്ടോ, അതെടുത്ത് പറയുന്നുണ്ട്, ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളില് എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, എനിക്ക് റെസ്പോൺസിബിലിറ്റി അല്ല, അതിന്റെ ഒരു റൈറ്റ്, അവകാശം ആർക്കുണ്ട്? സീനിയർ റെസിഡന്റ് ഡോക്ടർ കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് എ കീ ഫാക്ടർ ഗൈഡിംഗ് ICU അഡ്മിഷൻസ്? അതാണ് what is a key factor guiding ICU admissions? നമ്മൾ പഠിച്ചല്ലോ ICU admission criteria 6 പോയിന്റുകൾ ഓർക്കുന്നില്ലേ നിങ്ങള്? അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്ഷൻ ഇതൊക്കെയായിരുന്നു. പേഷ്യൻസ് ഹെയർ കളർ ആണോ? പേഷ്യന്റിന്റെ ഹെയർ കളർ ഒക്കെ നോക്കിയിട്ടാണോ നമ്മൾ ICUല് അഡ്മിറ്റ് ചെയ്യുന്നത്? അല്ല. പേഷ്യൻസ് ഏജ് ആണോ? അല്ല. പിന്നെ പ്രയോറിറ്റൈസേഷൻ ബേസ്ഡ് ഓൺ എ പേഷ്യന്റ് സിവിയറിറ്റി ഓഫ് ഇൽനസ്. അതാണ് ആൻസർ. അതാണ് ആൻസർ അല്ലെ? ഓക്കെ, ഓപ്ഷൻ ഡി ഇതായിരുന്നു. ടൈം ഓഫ് ഡേ. അതെ, ടൈം ഓഫ് ഡേ അതാണോ? അല്ല. 6 പോയിന്റുകള് അതിനോടൊപ്പം നിങ്ങൾ പഠിച്ചു പോകണം കേട്ടോ. അതിലത്തെ ഉത്തരം എന്താണ്? പ്രയോറിറ്റൈസേഷൻ ബേസ്ഡ് ഓൺ ദ പേഷ്യന്റ് സിവിയറിറ്റി ഓഫ് ഇൽനസ്. അതിന്റെ കൂടെ പഠിച്ച മറ്റു പല പോയിന്റുകളൊക്കെ ഏതായിരുന്നു? പ്രോഗ്നോസിസ്, ഡയഗ്നോസിസ് അല്ലെ, ബെഡ് അവൈലബിലിറ്റി, അതുപോലെ അങ്ങനെ കുറച്ച് പോയിന്റുകൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ICU ക്രൈറ്റീരിയക്ക് കാരണമാകുന്നത് കേട്ടോ.
ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ ആശ. പ്രയോറിറ്റൈസേഷൻ ഡയഗ്നോസിസ് ഒക്കെ കറക്റ്റ് ആണ്. ഓക്കെ, അടുത്തത് കേട്ടോ. വാട്ട് ഈസ് എ സ്പെസിഫിക് പേഷ്യന്റ് നീഡ് ദാറ്റ് ഗേറ്റ്സ് ICU അഡ്മിഷൻ? ഒരു ചോദ്യം ശ്രദ്ധിക്കാം. വാട്ട് ഈസ് എ സ്പെസിഫിക് പേഷ്യന്റ് നീഡ് ദാറ്റ് ഗേറ്റ്സ് ICU അഡ്മിഷൻ? ഓപ്ഷൻ എ, their favorite food. Option B, the potential benefit from interventions. Option C, their marital status. Option D, their financial situation. എന്താണ് ആൻസർ വരിക? എന്തായിരിക്കും ആൻസർ വരിക? ബി ആണ് കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ദ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ഇന്റർവെൻഷൻസ്. ഓക്കെ, എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവരുടെ ഉള്ളിലേക്ക് ആൻസർ വരുന്നില്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, ഇതെല്ലാത്തിനും ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത നോക്കിയേ. What should the ICU in charge for the junior staff? What should the ICU in charge arrange for the junior staff? ICU in charge എന്ന് കേൾക്കുക ഇന്റൻസിവിസ്റ്റ് ആണ് അല്ലെങ്കിൽ ICU ഡയറക്ടർ ആണ് അല്ലെ? അപ്പൊ അവരെന്താണ് ഒരു ജൂനിയർ സ്റ്റാഫിന് വേണ്ടിയിട്ട് അവരെന്താണ് അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ? ഓക്കെ, എന്താണ് ഷാനി പറയുന്നത്? ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻസ് ശ്രദ്ധിച്ചോളൂ. സോഷ്യൽ ഔട്ടിങ്സ്. Option B, comprehensive instructions on patient care and equipment use. Option C, a new job. Option D, a new wardrobe. ഇതാണ് ആൻസർ. ഓപ്ഷൻ ബി അല്ലെ? അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് അക്കോർഡിംഗ് എന്ത് ചെയ്യാം? കോംപ്രിഹെൻസീവ് ഇൻസ്ട്രക്ഷൻസ് അല്ലെ? അതായത് പേഷ്യന്റിന്റെ പരിചരണത്തിനും എക്യുപ്മെന്റ്സുകളും മറ്റും ഉപയോഗിക്കുന്നതിന് വളരെ എന്താണ് നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഡയറക്റ്റ് ചെയ്യാന്നുള്ളതാണ് അവരുടെ. നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ടീച്ചിങ്, അവരെ സൂപ്പർവൈസ് ചെയ്യാം അല്ലെ? എന്ത് കാര്യത്തിന് സൂപ്പർവൈസ് ചെയ്യാം? ഈ പറയുന്ന എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കാനും പേഷ്യന്റ് കെയറിനൊക്കെ ആവശ്യമായിട്ടൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുക, അതിനുവേണ്ടി സൂപ്പർവിഷനും മറ്റും പ്രൊവൈഡ് ചെയ്യുക അല്ലെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. Who is the first person family members and visitors normally meet when coming to the ICU? Who is the first person family members and visitors normally meet when coming to the ICU? Okay, correct ആണ് ഷാനി. ICU secretary. Okay, ഫർസാന correct ആണ് കേട്ടോ. കൺസിഡർലി നാശ correct ആണ്. ICU secretary അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? അത് ആദ്യമായിട്ട് ICU വരുന്ന പേഷ്യൻസിന് മറ്റ് വിസിറ്റേഴ്സ് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന വ്യക്തി ആരായിരിക്കും? ICU secretary ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് നോക്കിയേ. The hospital administration should ensure what regarding the ICU? The hospital administration should ensure what regarding the ICU? Option A, a suitable environment for the patient safety. Option B, ample number of skilled medical and nursing teams. Option C, a lack of resources. Option D, no policy for admission discharge procedures. That answer വരിക A ആണ്. Okay, very good, correct ആണ് കേട്ടോ. എന്താണ്? an unsuitable environment for the patient safety. അല്ലേ? ഇതിന്റെ ആൻസർ. ഓക്കെ, സോറി എന്താണ് ആൻസർ ഞാൻ വായിച്ചത്? അൺസ്യൂട്ടബിൾ. ഓക്കെ, മാറിപ്പോയതാണ് കേട്ടോ. ഓക്കെ, സോറി. അൺസ്യൂട്ടബിൾ എൻവയോൺമെന്റ് എന്നാണ്, പെട്ടെന്ന് സ്യൂട്ടബിൾ ആണെന്ന് വിചാരിച്ചു കാണുന്നത് കേട്ടോ. ആൻസർ ബി ആണ് കേട്ടോ. ഓക്കെ, ആംപിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം കേട്ടോ. അതാണ് കറക്റ്റ് ആൻസർ. അതാണ് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴേ സ്യൂട്ടബിൾ അല്ല, അൺസ്യൂട്ടബിൾ ആണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ നിങ്ങളുടെ ആൻസർ ബി ആണ് കറക്റ്റ്. ആംപിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീംസ് കേട്ടോ. ഓക്കെ, ആവശ്യത്തിനനുസരിച്ചുള്ള സ്കിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ നഴ്സിംഗ് ടീംസുകൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യം. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. Who is the registrar in the ICU? ആരാണ് രജിസ്ട്രാർ ഇൻ ICU? ആരാണെന്ന് പറഞ്ഞത്? ആരാണ് നമ്മൾ പഠിച്ചത്? സീനിയർ റെസിഡന്റ് ഡോക്ടർ. ആരാണ്? സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Who initiates research in the ICU? Who initiates research in the ICU? ICU റിസർച്ച് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ്? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. Who initiates research in the ICU? ICUല് റിസർച്ചുകൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ്? ആൻസർ കിട്ടിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞ ആൻസർ
ശരിയല്ല. സീനിയർ റെസിഡന്റ് ആണോ? ആണോ? സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണോ? അങ്ങനെ പറയുന്നുണ്ടോ അവിടെ? അതുമല്ല. ജൂനിയർ റെസിഡന്റ് ഡോക്ടറും അല്ല. പിന്നെ ആരാണ്? ICU ഇന്റൻസിവിസ്റ്റ് അല്ലെ? ICU ഇൻചാർജ്. ആരാണ്? ICU ഇൻചാർജ്. റെക്കഗ്നൈസ്ഡ് അതോറിറ്റി. ആരാണ്? ICU ഇൻചാർജ് അഥവാ ഇന്റൻസിവിസ്റ്റ് ആണ് കേട്ടോ. അവരാണ് എന്ത്? ICUലുള്ള ഈ പറയുന്ന റിസർച്ചുകൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു അത് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ടോ? നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസിൽ പറഞ്ഞു പോകുന്ന ഒരു പോയിന്റ് ഉണ്ട് അല്ലെ? അതായത് ICUവിനെ ബേസ് ചെയ്തുകൊണ്ട് റിസർച്ചുകൾ ആരംഭിക്കുന്നതിനും അതിനെ ഒരു അതോറിറ്റി എന്നുള്ള രീതിയിൽ അംഗീകാരം കൊടുക്കുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണെന്ന് നമ്മൾ പഠിച്ചേ? ICU ഇൻചാർജ്. അപ്പൊ ആ പോയിന്റുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഒരു സെന്റൻസ് എവിടെ ആ ടെക്സ്റ്റിൽ കണ്ടിട്ടില്ല. പക്ഷെ അതിൽ നമ്മൾ പറയുന്നുണ്ട് ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്ന ഒരു പോയിന്റ് ആണ് അല്ലെ? അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ ഹു ഇനിഷ്യേറ്റഡ് റിസർച്ച് ഇൻ ICU? ICU ഇൻചാർജ്. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്. What is the responsibility of the ICU secretary regarding bed status? What is the responsibility of the ICU secretary regarding the bed status? Bed status ne sambandhiച്ച് ICU secretaryയുടെ responsibility എന്താണ്? Option A, to ignore it. Option B, to update it in the computer. Option C, to change it randomly. Option D, to keep it a secret. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി. അതെ, ടു അപ്ഡേറ്റ് ഇറ്റ് ഇൻ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ അത് അപ്ഡേറ്റ് ചെയ്യും. ഇന്നലെ നമ്മൾ പറഞ്ഞത് ബെഡ് സ്റ്റാറ്റസ് ഒക്കെ നോക്കിയിട്ട് കമ്പ്യൂട്ടറിൽ പ്രോപ്പർ ആയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ICU സെക്രട്ടറി. കാര്യം അതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളിൽ വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്യേണ്ടത് ICU സെക്രട്ടറിയാണ് കേട്ടോ. ഓക്കെ. അടുത്തത് what is the ICU in charge responsible for besides purchasing and servicing equipment? അതായത് താഴെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോ അതിനകത്ത് പർച്ചേസിംഗ് അതുപോലെ സർവീസിംഗ് എക്യുപ്മെന്റിന് അപ്പുറത്തേക്ക് ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? താഴെ കുറച്ച് പോയിന്റ്സുകൾ തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് ഏതാണ്? ഓപ്ഷൻ എ സ്റ്റാഫിംഗ്. ഓപ്ഷൻ ബി അറേഞ്ചിങ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ്. ഓപ്ഷൻ സി പെർഫോമിംഗ് സർജറി. ഓപ്ഷൻ ഡി മാനേജിംഗ് ദ ഫാർമസി. ഇതാണ് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് അല്ലെ? അറേഞ്ചിങ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ്. അറേഞ്ചിങ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ്. ഓക്കെ. When can a patient be discharged to an intermediate care area? Option A, when their death is impending, when they are completely steady, when the immediate threat is lessened but they still need close observation, and when they have paid their bill. That answer is option C ആണ് അല്ലെ? കറക്റ്റ് ആണ്. When the immediate threat is lessened but they still need close observation. അതായത് പെട്ടെന്നുള്ളൊരു രോഗഭീഷണി കുറയുകയും എന്നാൽ അവർക്ക് ഒരു ക്ലോസ് ഒബ്സർവേഷൻ ആവശ്യമുള്ള രോഗികളെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് കെയർ ഏരിയയിലോട്ട് മാറ്റുന്നത്. ബാക്കിയുള്ള ചില ഓപ്ഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ചിലപ്പോൾ തോന്നാം. ആദ്യത്തെ എന്തായിരുന്നു? വെൻ ദെയർ ഡെത്ത് ഈസ് ഇംപെൻഡിങ്. ഡെത്ത് ഇംപെൻഡിങ് ആണെങ്കിൽ, അതായത് ഡെത്ത് പെൻഡിങ്ങിൽ ഡെത്ത് ഈസ് ഇംപെൻഡിങ് അതാണോ? അല്ല. വെൻ ദേ ആർ കംപ്ലീറ്റ്ലി സ്റ്റഡി. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡി ആയതിനു ശേഷമാണോ നമ്മൾ അവരെ മാറ്റുന്നത്? അല്ല, കംപ്ലീറ്റ് സ്റ്റഡി ആവുന്നില്ല. ഏകദേശം അവരുടെ ത്രെട്ടനിങ് കുറഞ്ഞ് എന്നാൽ ക്ലോസ് ഒബ്സർവേഷൻ ആവശ്യമാകുമ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഉടനടി അതിനെ എങ്ങോട്ടേക്ക് മാറ്റുന്നത്? ഇന്റർമീഡിയറ്റ് കെയർ ഏരിയയിലോട്ട് മാറ്റുന്നത്. അല്ലാതെ കംപ്ലീറ്റ് ക്യൂർ ആയിട്ടല്ല നമ്മൾ അവരെ മാറ്റുന്നത് കേട്ടോ. ഓക്കെ. അതുപോലെ ഒരു ബില്ലടച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമാണ് അവരെ മാറ്റുന്നത്, അതുമല്ല. അപ്പൊ ആൻസർ ഏതാണ്? സി ആണ് കേട്ടോ. അടുത്തത്, who are the auxiliary personnel in the ICU? നമ്മൾ ICU സ്റ്റാഫിംഗ് അതിനകത്ത് പഠിക്കുന്നുണ്ട്. അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. Who are the auxiliary personnel in the ICU? ICUലുള്ള auxiliary personnel. Auxiliary personnel എന്ന് വെച്ചാൽ എന്താണ്? സപ്പോർട്ടിംഗ് സ്റ്റാഫ്. ഓക്കെ, ഷാനി കറക്റ്റ് ആണ്. ആരാണ്? ICU ടെക്നീഷ്യൻ ആൻഡ് നഴ്സിംഗ് എയ്ഡ്സ്.
അല്ലെ? ICU ടെക്നീഷ്യൻസ് ആൻഡ് നഴ്സിംഗ് എയ്ഡ്സ് ആണ് എന്തായിട്ട് വരുന്നത്? ഓക്സിലറി പേഴ്സണൽ ആയിട്ട്. ഓക്കെ, ഇതിനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആൻസർ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ? ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ. ഇതിലൊന്നും വേറെ തലകൊന്നും ആലോചിക്കാൻ മാത്രമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് മനസ്സിലാക്കി പോകുക കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം കേട്ടോ. ICU ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് വാട്ട് ഈസ് എ പ്രോഗ്നോസിസ്? എന്താണ് പ്രോഗ്നോസിസ്? പ്രോഗ്നോസിസ് മീൻസ് പ്രഡിക്ഷൻ ആണ് അല്ലെ? ഒരു വ്യക്തിയുടെ ആരോഗ്യസ്ഥിതിയെ പറ്റിയുള്ള ഒരു പ്രഡിക്ഷൻ, ഒരു പ്രവചനം, അതിനെയാണ് നമ്മൾ പ്രോഗ്നോസിസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നോക്കുക, ഓപ്ഷൻ എ ഗസ് അബൌട്ട് ദ ഔട്ട്കം ഓഫ് ദ പേഷ്യന്റ് ഇൽനെസ്. ഓപ്ഷൻ ബി എ ഡയഗ്നോസിസ് ഓഫ് ദ പേഷ്യന്റ് ഇൽനെസ്. ഓപ്ഷൻ സി the treatment for the patient's illness. Option D, the cause of the patient illness. Is that the correct answer? What is the prognosis? Option C ആണോ ആൻസർ? ആണോ? ട്രീറ്റ്മെന്റ് ആണോ? ട്രീറ്റ്മെന്റ് ഫോർ ദ പേഷ്യന്റ് ഇൽനെസ് അതാണോ ആൻസർ? അല്ല. ഓപ്ഷൻ ഒന്നുകൂടെ വായിക്കാം. ഓപ്ഷൻ എ ഗസ് അബൌട്ട് ദ ഔട്ട്കം ഓഫ് ദ പേഷ്യന്റ് ഇൽനെസ്. ഓക്കെ. ഓപ്ഷൻ ബി എ ഡയഗ്നോസിസ് ഓഫ് ദ പേഷ്യന്റ് ഇൽനെസ്. Option C, the treatment for the patient illness. Option D, the cause of the patient illness. Is that the correct answer? Option A ആണ്. Okay, ആണ് correct answer. A guess അല്ലെ? Prognosis എന്ന വാക്കിന്റെ അർത്ഥം prediction ആണ് അല്ലെ? ഒരു ഗസ് ആണ് ശരിക്കും. അതായത് ആ ഒരു പേഷ്യന്റിന്റെ ഇൽനെസിനെ പറ്റിയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ, ഒരു ഗസ് ആണ് ഇത് പ്രോഗ്നോസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് what is the criterion for the ICU admission? Direct question ആണ്. What is the criteria for the ICU admission? Option A, bed availability. Option B, patient's shoe size. Option C, patient's clothing. Option D, the patient's favorite color. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ അറിയാം അല്ലെ? എന്താണ് തന്നിരിക്കുന്നതിൽ? ബെഡ് അവൈലബിലിറ്റി അല്ലെ? ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്ക് ICU ബേസ്ഡ് ആയിട്ട് ഞാനൊരു ഐഡിയ തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഈ ഡിസ്കഷൻ ഒക്കെ നടത്തുന്നത്. ഏകദേശം ഐഡിയ കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ICU എന്താണ്, എങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ICU വെച്ചിരിക്കുന്നത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ICU ഉണ്ട്, ഓക്കെ, അപ്പൊ അതിന്റെ ഫുൾ ഫോമുകളൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ 2 ക്ലാസിഫിക്കേഷൻ, ഓപ്പൺ യൂണിറ്റ് ICU എന്താണ്, ക്ലോസ്ഡ് യൂണിറ്റ് ICU എന്താണ്, അവ തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡ്രോബാക്കും എന്താണ്, പിന്നെ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ? ഓക്കെ, അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ആരാണ് സീനിയർ റെസിഡന്റ് ഡോക്ടർ, അവരുടെ ഡ്യൂട്ടി എന്താണ്, ജൂനിയർ റെസിഡന്റ് ഡോക്ടറുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അതുപോലെ ഷിഫ്റ്റിംഗ് ടൈം എപ്പോഴാണ്, ഓക്കെ, ആരാണ് രജിസ്ട്രാർ ഇൻ ICU, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ ICU അഡ്മിഷൻ ക്രൈറ്റീരിയ കേട്ടോ, മാനദണ്ഡങ്ങള്, പിന്നെ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി, അതുപോലെ റൂട്ടീൻ ICU റൗണ്ട്സ് എപ്പോഴാണ് നടത്തുന്നത്, ICU സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി, അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങള്, ICU സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി, ഇന്റൻസിവിസ്റ്റ് റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ, മനസ്സിലാക്കി പോയാൽ മതി. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ പരിചയപ്പെടുന്ന ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ നമ്മള് നെക്സ്റ്റ് മൊഡ്യൂൾ 2 നമുക്ക് കടക്കാം കേട്ടോ. മൊഡ്യൂൾ 1 ഈ 2 ചാപ്റ്ററാണ് നമ്മൾ എടുത്തത്. മൊഡ്യൂൾ 2 ഞാൻ എടുത്തത് ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു? ഫാർമസി അല്ലെ? ഫാർമസി അത്യാവശ്യം എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഫാർമസി. ഫാർമസിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് ഓർത്ത് പറയാം, നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് വരിക കേട്ടോ. ഫാർമസി എന്താണെന്ന് ഫസ്റ്റ് പഠിച്ചു അല്ലെ? ഫാർമസി ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണെന്നൊക്കെ നമുക്കറിയാം. പിന്നെ ആരാണ് ഫാർമസിസ്റ്റ്, ഒരു ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, പിന്നെ നമ്മൾ അതിൽ പഠിക്കുന്നത് ഫാർമസിയുടെ ഫങ്ഷൻസും ഒബ്ജക്റ്റീവ്സും ആണ് അല്ലെ? ഒരു ഫാർമസിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഫാർമസിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, പ്രവർത്തനം വേറെ, ലക്ഷ്യം വേറെ കേട്ടോ. പലപ്പോഴും നമുക്ക് എന്താണ് ഫാർമസി ചാപ്റ്റർ ആണോ? ഓക്കെ, കോഡ് വെച്ച് പഠിച്ചു അല്ലെ? ഇതാണ് ടേബിൾ ആണോ കോഡ് വെച്ച് പഠിച്ചത്? ആണോ? ഷാനിയുടെ ഒരു കോഡ് ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. കുറെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആ കോഡ് ഒന്ന് പറയാമോ? മൊത്തത്തില് ഓക്കെ, കോഡ് വെച്ച് പഠിച്ചു.
ഓക്കെ, കുഴപ്പമില്ല. നമ്മളെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് നോക്കണം, നമുക്ക് ഉത്തരം കിട്ടണം. അതിന് നമുക്ക് എന്തൊക്കെ മണ്ടത്തരം ആലോചിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മള് മണ്ടത്തരം നമ്മള് പഠിക്കാൻ വേണ്ടിയിട്ടില്ലേ, നമ്മളെന്ത് എന്ത് കോഡാണെങ്കിലും അതൊന്നും വിഷയമില്ല. ഓക്കെ, അന്ന് പറയാമോ? അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞോളൂ. ആരും കളിയാക്കരുത് കേട്ടോ, എന്താണ്? ആരും കളിയാക്കരുത് എന്ന് പറയണേ. ആരും കളിയാക്കുന്നൊന്നുമില്ല, പറഞ്ഞോളൂ. അപ്പൊ നമ്മള് ഡ്രഗ് ആൻഡ് തെറാപ്പറ്റിക് കമ്മിറ്റിയിൽ കുറച്ച് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, അതായത് ഓരോരുത്തരുടെ ഡ്യൂട്ടീസും റോൾസും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ഡ്രഗിനെ നമ്മളൊരു ബോളായിട്ടാണ് ഇവിടെ കണക്ക് കൂട്ടുന്നത്. ഡ്രഗിനെ എന്താണ്, ബോളായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പൊ ബോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ എല്ലാവർക്കും വരുന്നത് എന്താണ്, മെസ്സിനെ എല്ലാവർക്കും അറിയാല്ലേ. അപ്പൊ മെസ്സി ഒരിക്കൽ കളിക്കാൻ വേണ്ടി പോയി. അപ്പൊ കളിക്കാൻ വേണ്ടി പോയ സമയത്ത് മെസ്സിക്ക് പെട്ടെന്ന് തല കറങ്ങിയപ്പോൾ ആൾ എന്ത് ചെയ്തു, ഒരു ചെയറിലിരുന്നു. അപ്പൊ മെസ്സി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ആരെയാണ്, മെഡിക്കൽ സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന ആളാരാണ്, ചെയർമാനാണ്. അപ്പൊ മെസ്സി തലകറങ്ങി വീണു, ചെയറിലിരുന്നു. മെഡിക്കൽ സൂപ്രണ്ടന്റ്, ചെയർമാൻ. ഇനി അപ്പൊ ആര് വന്നു, ഈ പറയുന്ന മെസ്സി തലകറങ്ങി ചെയറിലിരുന്നപ്പോ എല്ലാവരും ഓടി വന്നു. എല്ലാവരും ഓടി വന്ന കൂട്ടത്തിൽ ആരും കൂടി ഉണ്ടായിരുന്നു, നഴ്സിംഗ് സൂപ്രണ്ടന്റും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ഒരു നഴ്സും വന്നു. അപ്പൊ എല്ലാവരും ഓടി വന്ന് പറയുമ്പോ HOD, ഓൾ HOD, ഓടി എന്ന് പറയുന്നത് മെമ്പറാണ്. നഴ്സിംഗ് സൂപ്രണ്ടന്റും എന്താണ്, അവിടെ ഒരു മെമ്പറാണ്. പിന്നെ അപ്പോ ഇങ്ങനെ മെസ്സി ഇങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കാരൊക്കെ ഓടി വന്നല്ലോ. അപ്പൊ മെസ്സി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോ ചീഫ് മിനിസ്റ്റർ എന്ത് ചെയ്തു, സീക്രട്ടായി വന്ന് അത് ഒന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് പോയി. അപ്പൊ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന പറഞ്ഞാല് ചീഫ് ഫാർമസിസ്റ്റ് സീക്രട്ട് എന്നല്ലേ പറഞ്ഞത്. ചീഫ് ഫാർമസിസ്റ്റ് ആരാണ്, മെമ്പർ, സെക്രട്ടറി. സീക്രട്ട് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സെക്രട്ടറി ആയിട്ട് ഉദ്ദേശിക്കുന്നു. അടിപൊളിയായിട്ടുണ്ട് ഷാനി, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പഠിച്ചാൽ അടുത്തതൊന്ന് പറയട്ടെ. നാർക്കോട്ടിക് ഡ്രഗ്സ്, അതായത് പേജ് നമ്പർ 7 ആണ്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആണ്. അപ്പൊ അതില് നമ്മുടെ കോഡ് എന്താന്ന് വെച്ചാല്, കോട്ടിട്ടവരെ മോദി ഭരിച്ചു. കോട്ട് പറയുമ്പോഴത്തേന് നമ്മളപ്പോ മനസ്സിൽ വിചാരിക്കണം കോട്ട്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആണ്. അപ്പൊ അവിടെ വരുന്ന കുറച്ച് മരുന്നുകളുടെ പേരുണ്ട്, മോർഫിൻ, പെത്തിഡിൻ, ബാർബിച്ചറേറ്റ്സ്. അപ്പൊ ഭരിച്ചു, മോദി ഭരിച്ചു. പറയുമ്പോ മോർഫിൻ, പറയുമ്പോ പെത്തിഡിൻ, ഭരിച്ചു ബാർബിച്ചറേറ്റ്സ്. വെരി ഗുഡ്, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറാണ്. അടുത്തത് കോൾഡ് സ്റ്റോറേജ് ആണ്. അപ്പൊ കോൾഡ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഫസ്റ്റ് പ്രയോഗിക്കുന്ന ഒരു കോഡാണ്, തണുപ്പത്ത് ആന്റി 1:30 മണിക്ക് വീഡിയോ കോൾ വിളിക്കാൻ വേണ്ടിട്ട് ലൈവില് വന്നു. അപ്പൊ തണുപ്പത്ത് ചിരിക്കല്ലേ മാം. ഓക്കെ, തണുപ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് കോൾഡ് സ്റ്റോറേജ് ആണ്. ആന്റി പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് മരുന്നിന്റെ പേരാണ്, ആന്റിബയോട്ടിക്. വീഡിയോ പറയുമ്പോൾ വിറ്റാമിൻ. ലൈവ് പറയുമ്പോൾ നമ്മൾ ആ സ്പെല്ലിങ് നോക്കുക, LIVE, ലൈവിന്റെ കൂടെ ഒരു 6 ചേർത്ത്, അപ്പൊ ലിവർ എക്സ്ട്രാക്ട്. എത്ര മണിക്കാണ് വന്നത്, നമ്മൾ ക്ലാസ് കാണുന്ന സമയത്താണ്. നമ്മൾ എത്ര മണിക്കാണ് ക്ലാസ് കാണുക, 1:30 മണി മുതൽ 2 മണി വരെ. അപ്പോൾ 1:30 മണി മുതൽ 2 മണി വരെ പറയുമ്പോൾ 1:30 എന്ന് പറയുമ്പോൾ 15 ആകും, 2 മണി എന്ന് പറയുമ്പോൾ 2.020. അപ്പൊ 15 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെ. അടുത്തൊരു കോഡാണ് കോൾഡ് സ്റ്റോറേജില്. അടുത്തൊരു മരുന്ന് കൂടി ഉണ്ട്, 3 മരുന്നുകളുടെ പേര് പറയുന്നുണ്ട്, വാക്സിൻ, സേറ, ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ കോഡ് യൂസ് ചെയ്യണത്, തണുപ്പത്ത് വെക്കേഷന് സേറ എന്ന് പറയുന്ന കുട്ടി ഹോമില് 28 കൂടാൻ പോയി. അപ്പോൾ തണുപ്പത്ത് കോൾഡ് സ്റ്റോറേജ്, വെക്കേഷൻ എന്ന് പറയുമ്പോൾ വാക്സിൻ, വാക്സിൻ, സേറ എന്ന് പറയുന്നത് എന്താണ്, ഒരു മരുന്നിന്റെ പേരാണ്, ഹോർമോൺ. 28 കൂടാനാണ് പോയത്, അതായത് 2 ഡിഗ്രി to 8 ഡിഗ്രി. മിസ്സേ കഴിഞ്ഞു. വെരി ഗുഡ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇങ്ങനെയൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ഞാൻ പറഞ്ഞത് നല്ലതാണ് കേട്ടോ ഷാനി, ഇത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യാണ് ഇങ്ങനെ ഓർത്ത് പറയുന്നത്. അതൊക്കെ നല്ല കാര്യം, ഇതൊന്നും കളിയാക്കാനുള്ള കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. ഇത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പഠിക്കുന്ന സമയത്ത് മറ്റുള്ളവരോട് പറയുമ്പോൾ അത് ചിലപ്പോ വലിയ മണ്ടത്തരായിരിക്കും, പക്ഷെ എങ്കിൽ കൂടി നമുക്ക് പഠിക്കാൻ പറ്റും, നമ്മളിലേക്ക് അത് വരണം അല്ലെ.
പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ചാപ്റ്റേഴ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാം പഠിച്ചെടുക്കുമ്പോൾ ഈ പറഞ്ഞ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കോഡുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇങ്ങനെ ഒരു 5ാമത്തെ ചാപ്റ്റർ എത്തിപ്പോ. ഞങ്ങൾ മെഡിക്കൽ ടെർമിനോളജി ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ സ്പില്ലേജിസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഏതാ ഫാർമസി, ഡയാലിസിസ്, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. ശരി, അടിപൊളിയാണ്. ഇങ്ങനെ തന്നെ പഠിച്ചുകൊണ്ട് പോവാം കേട്ടാ. അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ hospital pharmacy according to the what is the primary function of a hospital pharmacy? Options വായിക്കാം. Providing food to patients. അതുപോലെ ഓപ്ഷൻ ബി ഹാൻഡ്ലിംഗ് procurement, storage and distribution of drugs. ഓപ്ഷൻ സി മാനേജിംഗ് hospital finances. ഓപ്ഷൻ ഡി hiring medical staff. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ്. ഹാൻഡ്ലിംഗ് procurement, storage and distribution of drugs. ഓക്കെ, അടുത്തത് ഞാൻ ആദ്യം ഫാർമസിയെ സംബന്ധിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് ക്വസ്റ്റ്യൻ പോയി അല്ലെ. ഫാർമസി നിങ്ങൾ പഠിക്കുമ്പോൾ ഫങ്ഷൻസ് ഒബ്ജക്റ്റീവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് കേട്ടോ. ഏകദേശം ഫംഗ്ഷനിൽ പറയുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ് ഒബ്ജക്റ്റീവ്സിന്റെ അർത്ഥം വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അതിനകത്ത് പഠിച്ചത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അതിനകത്ത് പഠിച്ചു നമ്മള്, ദ നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ ഡിപെൻഡ്സ് ഓൺ ദ ബെഡ് സ്ട്രെങ്ത് കേട്ടോ. ബെഡ് സ്ട്രെങ്ത്തിനനുസരിച്ചിട്ടാണ് നമ്മളൊരു ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റുകളുടെ എണ്ണം തീരുമാനിക്കുന്നത്. അതിനൊരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ എങ്ങനെയാന്ന് വെച്ചാൽ ഷാൻ ഇതുപോലെ ഒരു കോഡൊക്കെ കണ്ടെത്തി പഠിപ്പിച്ചാൽ മതി കേട്ടോ. അത് ആ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിനകത്ത് നമ്മൾ ബെഡിന്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് അതും 3+5 കൂട്ടുമ്പോ 8 ആയിട്ടാണ് വരിക. അപ്പൊ 3, 5, 8, 10, 15. പിന്നെ നമ്മൾ ബെഡിന്റെ സ്ട്രെങ്ത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ തന്നെ കാണുമ്പോ അറിയാലോ. 50, 100, 200, 300, 400 ഇല്ല, 500 ഉള്ളൂ. അങ്ങനെ വെച്ച് പഠിച്ചേ. എന്തായാലും അത് ഇമ്പോർട്ടന്റ് ആണ്. അതിന് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അതുപോലെ തന്നെ ഫ്ലോ ചാർട്ട് പഠിച്ചു വെക്കാം. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫംഗ്ഷൻസുകള് പിന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ചല്ലോ. കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ, അതുപോലെ സെക്രട്ടറി ആരായിരിക്കും എന്നൊക്കെയുള്ളത്. പിന്നെ അതില് നമ്മള് ഒരു മരുന്ന് അല്ലെ ഇൻഡന്റിങ്ങിനെ പറ്റി പറയുന്നത് അല്ലെ, ഡ്രഗ്സ് ഇൻഡന്റിങ് ആണ്. നമ്മൾ മരുന്നുകള് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇൻഡന്റിങ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ഇൻഡന്റിങ്ങിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട്, ഒരു ഹോസ്പിറ്റൽ ഫാർമസിയില് കുറഞ്ഞത് ഒരു 250 തൊട്ട് 300 മരുന്നുകൾ അടങ്ങുന്ന ഒരു ഡ്രഗ് ഫോർമുലറി ഏതൊരു ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കണം. എന്താണ് ഡ്രഗ് ഫോർമുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ഒരു ഹോസ്പിറ്റലിന്റെ ഉപയോഗിക്കുന്നതിനായിട്ട് അംഗീകൃതമായിട്ടുള്ള മരുന്നുകളുടെ ലിസ്റ്റ് ആണ് ഇത് ഡ്രഗ് ഫോർമുലറി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന എല്ലാ മരുന്നുകളും കൊണ്ട് നമുക്ക് ഒരു കാരണവശാലും ഫാർമസിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല അല്ലെ. നമ്മള് അവിടെ അതിന്റെ എന്ത് നോക്കും, അതിന്റെ 3 കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ടല്ലോ. ഒന്ന് അതിന്റെ ഇഫക്റ്റീവ്നെസ്, മറ്റൊന്ന് അതിന്റെ പ്രൈസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മരുന്ന് ഏതൊക്കെ മരുന്നുകൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ആര് തീരുമാനിക്കും? കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. ആരാണ് തീരുമാനിക്കുന്നത്? കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. ഈ കമ്മിറ്റിയാണ് ഡ്രഗ് ഫാർമസി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഫാർമസിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നത് ആരാണ്? ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. കമ്മിറ്റിയാണ് ഇത് തീരുമാനിക്കുന്നത്. അവരത് തീരുമാനിക്കുന്നത് 3 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഒന്ന് അതിന്റെ ഇഫക്റ്റീവ്നെസ്, മറ്റൊന്ന് അതിന്റെ പ്രൈസ്, പിന്നെ ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഈ 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അതില് ആ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നത്. ആര് തയ്യാറാക്കുന്നത്? കമ്മിറ്റി തയ്യാറാക്കുന്നത് കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഒരു ഡ്രഗ് ഫോർമുലറി ഒരു ഡോക്ടർക്ക് ഹെൽപ്ഫുൾ ആവുന്നത്? എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവുന്നത്? ഒരു ഡോക്ടർക്ക് എന്തൊക്കെ മരുന്നുകൾ ആ ഫാർമസിയിൽ അവൈലബിൾ ആണ് എന്ന് കണ്ടെത്താൻ ഡോക്ടറെ സഹായിക്കുന്നത് ആ ഡ്രഗ് ഫോർമുലറിയാണ്. അതുപോലെ ഡോക്ടർ ഒരു മരുന്ന് എഴുതുമ്പോൾ മറ്റു മരുന്നുകളുമായിട്ട് പ്രതിപ്രവർത്തിക്കാത്ത രീതിയിലുള്ള മരുന്നുകൾ എഴുതാനും ഡോക്ടറിനെ സഹായിക്കുന്നത് ഈ പറയുന്ന ഡ്രഗ് ഫോർമുലറിയാണ് അല്ലെ. ചിലപ്പോൾ ഒരേ സമയം എടുക്കുന്ന 2 മരുന്നുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റിന് ചിലപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കും. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ എഴുതുന്നില്ലാന്ന് ഉറപ്പുവരുത്താനും ഡോക്ടറെ സഹായിക്കുന്നത് ആ ഒരു ഡ്രഗ് ഫോർമുലറിയാണ് അല്ലെ. അത് നോക്കിയിട്ടാണ് ഡോക്ടർ അത് ഡിസൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു ഡ്രഗ് ഫോർമുലറി ഡോക്ടർക്ക് അത്രയധികം ഹെൽപ്ഫുൾ ആയിട്ട് മാറുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഓർമ്മയുണ്ടല്ലോ. അതായത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
optimum quantity which minimizes the total cost of an inventory. അല്ലെ നമ്മൾ എന്താണ് മൊത്തത്തിലുള്ള കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്ത ഒപ്റ്റിമം ക്വാണ്ടിറ്റി ആയിട്ടാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പഠിച്ചു. പിന്നെ നമ്മൾ സ്റ്റോറേജിനെ പറ്റി പറഞ്ഞു അല്ലെ, സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്. അതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രഗ്സ് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ജനറൽ ഡ്രഗ്സ്, നാർക്കോട്ടിക് ഡ്രഗ്സ്, എക്സാമ്പിൾ നമ്മൾ കോഡ് വെച്ച് പഠിച്ചതാണ്. കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്, അതിന്റെ ടെമ്പറേച്ചർ റേഞ്ച് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഹൈലി ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് അല്ലെ, അത് ഏത് രീതിയിൽ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളത് അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഫാർമസിയിൽ സൂക്ഷിക്കുന്ന റെക്കോർഡുകള്, രജിസ്റ്ററുകള് എന്തൊക്കെയാണ് അല്ലെ, അതും നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് ബിൽ കാർഡ്? ബിൽ കാർഡ് എന്താണ് കാണിക്കുന്നത്? സ്റ്റോക്ക് പൊസിഷനെയാണ് ബിൽ കാർഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഒരു ഫാർമസി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ്, 6 പോയിന്റുകൾ എന്നിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. pilferage, expiry drugs, outdated ആയിട്ടുള്ള ഡ്രഗ്സ്, ഡിസ്ട്രക്ഷൻ ബൈ റാറ്റ്സ് ആൻഡ് ഇൻസെക്ട്സ് അല്ലെ, അതുപോലെ തന്നെ എന്താണ് ഷോർട്ടേജ് കോസ്റ്റ് അല്ലെ, ക്യാരിയിങ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റീസ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ 2 ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം, നോക്കാം. What does EOQ stands for? What does EOQ stands for? എന്താണ് EOQ ഉദ്ദേശിക്കുന്നത്? EOQ ഓപ്ഷൻ എ എമർജൻസി ഓർഡർ ക്വാണ്ടിറ്റി. ഓക്കെ, ഷാനി കറക്റ്റ് ആണ്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെ. ഓക്കെ, തെറ്റരുത് കേട്ടോ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ്. അടുത്തത്, what is the minimum number of pharmacists required for a hospital with up to 200 beds? ഒന്ന് പറഞ്ഞേ, കോഡൊക്കെ വെച്ച് പഠിച്ചതല്ലേ. What is the minimum number of pharmacists required for a hospital up to 200 beds? 200 ബെഡ്സ് വരെയുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്ര ഫാർമസിസ്റ്റുകളെ നമുക്ക് ആവശ്യമായിട്ട് വരും? പറഞ്ഞേ. ആലോചിച്ച് പറഞ്ഞേ. 8. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. 8 ആണ് അല്ലേ. ഓക്കെ, 8 ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. What is the purpose of the hospital formulary? What is the purpose of a hospital formulary? Option A, to list all the doctors in the hospital. Option B, to provide a list of medications the hospital stocks. Option C, to track the patient appointments. Option D, to manage the hospital budget. ഏതാണ് ആൻസർ? പറഞ്ഞോളൂ. ഓപ്ഷൻ B. Okay, very good. Correct ആണ്. To provide a list of medications in the hospital stocks. Hospital സ്റ്റോക്ക് ചെയ്യേണ്ടതായിട്ടുള്ള മെഡിക്കേഷൻസിന്റെ ലിസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. അപ്പോ എക്സാമിനെ പറ്റി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികളാണ്. അപ്പൊ അതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടും കേട്ടോ. ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ നന്നായിട്ട് പഠിക്കാനും അറിയാം, ഏത് രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുന്നതിനെ കുറിച്ച് അറിയാവുന്നതാണ്. വേറെ വിഷയമൊന്നുമില്ല. തുടക്കം നമ്മള് ആദ്യമായിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാവുള്ളൂ, സ്വാഭാവികമാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എപ്പോഴും നല്ല റേഞ്ചുള്ള സ്ഥലത്തൊക്കെ ഇരുന്നിട്ട്, ഓൺലൈൻ എക്സാം ആണല്ലോ, അതുകൊണ്ട് എപ്പോഴും റേഞ്ചുള്ള സ്ഥലത്തൊക്കെ ഇരുന്ന് എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങളുടെ മെയിൽ ID, നിങ്ങളുടെ എന്താണ് റോൾ നമ്പർ, അതൊക്കെ കറക്റ്റ് ആയിട്ട് എൻറ്റർ ചെയ്യുക കേട്ടോ. അതുപോലെ ടെൻഷൻ ഒന്നും വേണ്ട. നമുക്ക് എന്താണ് വായിച്ച് മനസ്സിലാക്കി സബ്മിറ്റ് ചെയ്യാനുള്ള സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴും അതുപോലെ എല്ലാം വായിച്ച് മനസ്സിരുത്തി വായിച്ച് റിലാക്സ് ചെയ്തിരുന്ന് വായിക്കാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യില്ലേ, സബ്മിറ്റ് ചെയ്തിട്ട് ഉടനടി പോകരുത്. നിങ്ങളുടെ ഇൻവിജിലേറ്ററിനോട് പറയണം, നിങ്ങൾ ഇതിന്റെ നമ്പർ, പേര് പറയാ, നിങ്ങളുടെ റോൾ നമ്പർ പറയാ, സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവരോട് പറയാം. ബാക്ക് എൻഡിൽ റെക്കോർഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് അവര് നോക്കും. നോക്കിയിട്ട് അവർ ഉറപ്പാക്കിയതിന് ശേഷം നിങ്ങളോട് ലെഫ്റ്റ് ആവാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പോകാം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് റെക്കോർഡ് ആയില്ലെങ്കിൽ പ്രശ്നം വരും. ഇതുകൊണ്ടാണ് കേട്ടോ.
ഓക്കെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതൊരു തവണ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഓൺലൈൻ എക്സാം എഴുതിയ ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർക്കൊന്നും ഇതൊരു വിഷയമല്ല. എങ്കിലും അതിന് ഭയങ്കരമായിട്ട് പേടിക്കാനോ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക്. ഓക്കെ, നന്നായിട്ട് തന്നെ പഠിക്കാം, എപ്പോഴും പഠിച്ചു പോണ പോലെ തന്നെ പോകും. ഓക്കെ, പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ മിക്കവാറും വ്യാഴാഴ്ചത്തെ ക്ലാസ്സിൽ ഞാൻ ഉണ്ടാവില്ല, കാര്യം അശ്വതി മിസ്സിന് കുറച്ചും കൂടെ പോർഷൻസ് എടുക്കാറുണ്ടെന്ന് പറഞ്ഞു. എന്റെ പോർഷൻ തീർന്നല്ലോ, അപ്പൊ എന്റെ അവർ മിസ്സിനെ എടുക്കും, അപ്പൊ മിസ്സിനെ എടുത്ത് തീർക്കാറുണ്ട്. ഓക്കെ, അപ്പൊ വേറെ വിശേഷമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു മാം.